നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയാ? ഈ സുഖം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും രാവിലെ എണീക്കുന്നു, പണിക്ക് പോകുന്നു. എന്തിനു വേണ്ടിയാ? എന്തിനു വേണ്ടിയാ? ധനം സമ്പാദിക്കാൻ അല്ലേ? ഈ ധനം സമ്പാദിച്ചാൽ എന്ത് കിട്ടുമെന്നാ നമ്മുടെ വിചാരം? ജീവിതത്തിൽ സുഖം കിട്ടും എന്നല്ലേ? കുറച്ച് പൈസ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ സുഖം കിട്ടും എന്നാണ് വിചാരം അല്ലേ? എത്ര പേര് ഈ സുഖം പ്രതീക്ഷിച്ചുകൊണ്ട് ഓണം ബമ്പർ എടുത്തു, വെറുതെ കയ്യിലിരുന്ന പൈസ പോയി അല്ലേ? ധാരാളം ആളുകളുണ്ടായിരിക്കും. ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പോയിന്ന് ഞാൻ ചോദിക്കുന്നില്ല. എന്നാൽ ഈ ഓണം ബമ്പർ എടുത്ത് കുറച്ച് പൈസ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ നമുക്ക് സുഖം കിട്ടോ? അത് അടിച്ചു എന്ന് തന്നെ വിചാരിക്കട്ടെ, കിട്ടുമോ സുഖം? ഉള്ള സമാധാനം കൂടെ പോകും. അതല്ലേ സത്യം? അപ്പൊ പണം കിട്ടിയാൽ നമുക്ക് സുഖം കിട്ടില്ല. നമ്മൾ ജീവിതത്തിൽ എന്ത് പ്രവൃത്തി ചെയ്താലും അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? സുഖം കിട്ടാൻ വേണ്ടിയിട്ടാ അല്ലേ? എന്നിട്ട് നമുക്ക് ആ സുഖം ജീവിതത്തിൽ കിട്ടുന്നില്ല. സുഖത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ പ്രയത്നിക്കുന്നു, എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടും പരിദേവനവും മാത്രമേ ഉള്ളൂ. എന്തായിരിക്കും അതിന് കാരണം? നമ്മൾ സുഖമെന്ന് വിചാരിക്കുന്നതൊന്നും അല്ല യഥാർത്ഥ സുഖം. അതുകൊണ്ടല്ലേ? അപ്പൊ എന്താ യഥാർത്ഥ സുഖം എന്ന് പറയുന്നത്? ആ സുഖത്തിന്റെ നിർവചനാണ് ഗുരു ദൈവദശകത്തിൽ പറഞ്ഞത്. ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ദൈവത്തിൻ്റെ മഹസ്സാകുന്ന ആഴിയിലേക്ക് ആകവേ ആഴ്ന്നു കഴിയുമ്പോൾ ഞാനും ഈശ്വരനും രണ്ടല്ല മറിച്ച് ഒന്നാണെന്നുള്ള ബോധം നമുക്കുണ്ടാവും. ആ ബോധത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് സുഖം കിട്ടുന്നത്. അതിന് നമുക്ക് ഈ ശരീരത്തെക്കുറിച്ചുള്ള ബോധം ഒഴിഞ്ഞു പോകണം. ഇപ്പം നമ്മുടെ വിചാരം എന്താ? നമ്മളൊക്കെ ഈശ്വരനാണെന്ന് വിചാരം ആർക്കെങ്കിലും ഉണ്ടോ? നമ്മുടെ ഉള്ളിലിരിക്കുന്നത് ഈശ്വരനാണെന്ന് വിചാരം ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ശരീരമാണ് അല്ലേ? ഇപ്പം എൻ്റെ വിചാരം ഞാൻ ആരാണ്? സൗമ്യ എന്നാണ് അല്ലേ? ഇപ്പം ഈ സൗമ്യ എന്ന പേര് എനിക്ക് എപ്പോൾ കിട്ടിയതാ? എനിക്കൊരു ശരീരം ഉണ്ടായ സമയത്ത് കിട്ടിയതല്ലേ സൗമ്യ എന്ന പേര്? എന്നാൽ ഞാൻ യഥാർത്ഥത്തിൽ സൗമ്യയാണോ? അല്ല. എൻ്റെ ശരീരത്തെയാണ് ഞാൻ സൗമ്യ എന്ന് വിളിക്കുന്നത്. ആ ശരീരം കൊണ്ട് നമ്മൾ പല പല പ്രവൃത്തികളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശരീരത്തിനെ പല പല പീഡകളും വ്യാപിക്കുന്നുണ്ട് അല്ലേ? പല പല പീഡകളിൽ കൂടി നമ്മൾ കടന്നു പോകും. രോഗങ്ങൾ ഉണ്ടാകുന്നു, മനപ്രയാസങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ശരീരത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ദുഃഖം മാത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദുഃഖം അകന്നു പോകാനായിട്ട് എന്ത് ചെയ്യണം? ഒരു ഉദാഹരണം പറയാം. നമുക്ക് നല്ല തലവേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത തലവേദനയാണ്. ആ തലവേദനയും വെച്ചുകൊണ്ട് നമ്മൾ നല്ല ഒരു നർമ്മമുള്ള അല്ലെങ്കിൽ ഒരു ഹാസ്യ സിനിമ കാണുന്നു എന്ന് വിചാരിക്കാം. അത് കണ്ട ആ സിനിമയിലേക്ക് നമ്മൾ മുഴുകിക്കഴിയുമ്പോൾ തലവേദനയെക്കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് എപ്പോഴാണ് തലവേദന എടുക്കുക? സിനിമ കഴിഞ്ഞ് ശരീരത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പോഴല്ലേ വീണ്ടും ആ തലവേദന വരിക. ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാര്യം? നമ്മുടെ ഉള്ളിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്തൊരു ദുഃഖമുണ്ട്. ആ ദുഃഖവും വെച്ചുകൊണ്ട് നമുക്ക് ചിരിക്കാനും കളിക്കാനും സിനിമ കാണാനും സർക്കസ് കാണാനും ഒക്കെ പറ്റുന്നില്ലേ? എപ്പോഴാ പിന്നെ ആ ദുഃഖം നമ്മുടെ ഉള്ളിലേക്ക് വരിക? നമ്മൾ ആ മുഴുകിയിരിക്കുന്ന കാര്യത്തിൽ നിന്നും വീണ്ടും ശരീരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അല്ലേ? അപ്പം നമുക്ക് വിഷമങ്ങളും ദുഃഖങ്ങളും വേദനകളും പീഡകളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? നമ്മുടെ ഉള്ളിൽ ഈ ശരീരബോധം ഉള്ളത് കൊണ്ടാണ്. ശരീരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാ അല്ലേ? അപ്പൊ ആ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നാ ഗുരു പറയുന്നത്? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ നമ്മൾ കാണണം. അപ്പോൾ ഈ ശരീരബോധത്തിൻ്റെ മറുകര എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ശരീരമല്ല, അറിവാകുന്നു എന്ന ചിന്തയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിൽ ഈശനായിട്ടുള്ളവൻ, സമർത്ഥനായിട്ടുള്ളവൻ എന്നാണ് അർത്ഥം. ശരീരത്തിൻ്റെ മറുകര എത്തിക്കുക എന്ന് പറഞ്ഞാൽ ശരീരവും കടന്ന് ഈശ്വരനിലേക്ക് നമ്മളെ പൂർണ്ണമായിട്ടും വിലയം പ്രാപിപ്പിക്കുക എന്നതാണ് ശരീരത്തിൻ്റെ മറുകര എത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവൻ, അതാണ് കോലതീരേശൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ കോലതീരേശനെ സ്തുതിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതൊരു സ്തോത്രമാണ്. ഇതിൽ ഈ ദേവതയെ സ്തുതിച്ചിട്ടുണ്ട്, ഈ ദേവതയോട് ചില അർത്ഥനകൾ നടത്തിയിട്ടുണ്ട് എന്നതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും ജീവിതത്തിൽ ഈ പറയുന്ന ദൈവദശകത്തിൽ പറയുന്ന ആ സുഖത്തിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന്
ഗുരു നമുക്ക് കൃത്യമായിട്ട് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞു തരുന്നു. ദൈവദശകത്തിലും പറയുന്ന അതേ കാര്യം തന്നെയാണെങ്കിലും അതിൽ കുറച്ച് വേദാന്തം കലർത്തിയിട്ടുള്ളത് കൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകണം എന്നില്ല. അപ്പം അവിടെയൊക്കെ പറയുന്ന അതേ കാര്യം തന്നെ കുറച്ചുകൂടി ലളിതമായിട്ട് ഗുരു പറഞ്ഞു തരികയാണ്. ഇനി അതുമല്ലെങ്കിൽ പോട്ടെ, എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നു. ഇപ്പോൾ ഒരു ശിവക്ഷേത്രത്തിൽ പോയിരുന്ന് നമ്മൾ കോലതീരേശ്വസ്തവം ചൊല്ലുകയാണെന്ന് വിചാരിക്കാം. ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാ? പ്രാർത്ഥിക്കാനല്ലേ? അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട്? ഒരുപാട് കാര്യങ്ങൾ, ഒരു വലിയ ലിസ്റ്റുമായിട്ടല്ലേ നമ്മൾ എപ്പോഴും പോകുന്നത്. ഇതിൽ പ്രാർത്ഥിക്കേണ്ടത് ഏതാ, പ്രാർത്ഥിക്കേണ്ടാത്തത് ഏതാ എന്നൊരു സംശയം നമ്മുടെ ഉള്ളിലുണ്ടാകും. പിന്നെ അവിടുന്ന് പോന്നു കഴിയുമ്പോഴായിരിക്കും അയ്യോ ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നല്ലോ, അത് മറന്നുപോയല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കാറില്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ CID മൂസ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ CID മൂസ സിനിമയിൽ ഒരു നർമ്മം കലർന്ന ഒരു സീനുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിൽ, ഒരു ഫ്ലാറ്റിൽ ബോംബ് വച്ചിട്ടുണ്ട് എന്ന് പോലീസിൻ്റെ അനൗൺസ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ പ്രശസ്തയായ നടി ബിന്ദു പണിക്കർ കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോലാഹലങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എൻ്റെ TV, എൻ്റെ മിക്സി എന്തൊക്കെ പെറുക്കിയെടുക്കണം എന്നറിയില്ല. ഒരു മനുഷ്യ ജീവിതത്തെക്കുറിച്ച് അവിടെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. TV എടുക്കുന്നു, മിക്സി എടുക്കുന്നു, എന്തൊക്കെ എടുക്കണമെന്ന് അറിയില്ല, കുറച്ച് സാധനങ്ങളെടുത്ത് തലയിൽ വെക്കുന്നു. എന്നാൽ പ്രധാനപ്പെട്ട 2 മക്കൾ അവിടെ ഇരിക്കുകയാണ്, ആ കാര്യം മറന്നുപോകും. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈശ്വരൻ എപ്പോഴും, ഈശ്വരനെ മായാവിനോദൻ എന്ന് ഗുരു വിളിച്ചിട്ടില്ലേ? ഈശ്വരൻ എപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പം നിൻ്റെ ജീവിതത്തിൽ ഞാൻ ബോംബിടും എന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലേ? അപ്പം ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം, എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ചെയ്യണം, ഇനി ഞാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊരു അങ്കലാപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം ഇതിൽ ഏതാ ചെയ്യേണ്ടത്, ഏതാ എടുക്കേണ്ടത്, ഇതിൽ പ്രധാനപ്പെട്ടത് ഏതാ, ഇനി ഈശ്വരനോട് നമ്മൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയേണ്ടത് എന്നൊക്കെയുള്ളൊരു സംശയം ജീവിതത്തിൽ നമുക്കുണ്ടാവില്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൂടി നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു മതിൽ വന്ന് നിൽക്കും അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വരുമ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണ് മുന്നോട്ട് വെക്കേണ്ടത്, എൻ്റെ ജീവിതം തകരാൻ പോവാണ്, ഇതിന് ഞാൻ എന്തൊക്കെ സാധനങ്ങൾ പെറുക്കിയെടുത്താൽ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റും എന്നൊരു ചിന്ത നമുക്കുണ്ടാവും അല്ലേ? ഗൃഹസ്ഥരായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഒക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഇങ്ങനെ കുറേ അധികം ആളുകളുണ്ട്. പലരുടെയും പ്രശ്നം ഭാര്യനെ എടുക്കണോ, അമ്മേനെ എടുക്കണോ, പിള്ളേരെ എടുക്കണോ ഒക്കെ സംശയമാണ് നമുക്കല്ലേ? ഇതിൽ ആരെ എടുത്ത് നന്നാക്കിയാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ പലരും പോയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ പകച്ചു നിൽക്കുന്ന സമയത്താണ് നമുക്കൊരു ഗുരുവിൻ്റെ ആവശ്യം വരുന്നത് അല്ലേ? ഇനി മുന്നോട്ട് പോകുമ്പോൾ നീ ഇതിലെന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഒരു വഴികാട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ ആ ബിൽഡിങ്ങിൽ ഒരു ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. ആ ബോംബ് ഒരിക്കലും ഈശ്വരൻ നമ്മുടെ ജീവിതത്തിൽ പൊട്ടിക്കില്ല. നമ്മുടെ ജീവിതം അങ്ങനെ പൂർണ്ണമായിട്ടും തകർത്തൊന്നും കളയില്ല. നമ്മളെ വെറുതെ പേടിപ്പിക്കുന്നതാണ്, നമ്മളിടയ്ക്കെങ്കിലും ഈശ്വരനെ ഒന്ന് ഓർക്കാൻ വേണ്ടി അല്ലേ? അപ്പോൾ അത് ആ ബോംബ് അവിടെ നിന്ന് പോലീസുകാരെ എടുത്ത് വേറെ എങ്ങോട്ടെങ്കിലും എറിഞ്ഞു വിചാരിക്കുക. അപ്പോൾ എറിയുന്നതിൻ്റെ ഫലമായിട്ട്, ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് ആ ബിൽഡിങ്ങിൽ ചെറിയ ക്രാക്കൊക്കെ വീണു, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് ചെറിയൊരു ബലക്ഷയം ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബലക്ഷയം ഇല്ലാതാക്കാനായിട്ട് നമ്മൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കില്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ആരെയായിരിക്കും വിളിക്കുന്നത്? ഒന്നെങ്കിൽ ഒരു എഞ്ചിനീയറെ വിളിക്കും, അല്ലെ ഒരു സിവിൽ എഞ്ചിനീയറെ വിളിക്കും, അല്ലെങ്കിൽ ഒരു മേസ്തിരിയെ വിളിക്കും. അപ്പോൾ സിവിൽ എഞ്ചിനീയറെയാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ബിടെക്കിന് പഠിച്ച പുസ്തകങ്ങളിലെ തിയറിയൊക്കെ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്? മനസ്സിലാകുമോ? ഇല്ല. അതേസമയം ഇതേ എഞ്ചിനീയർ തന്നെ ഒരു മേസ്തിരി പണിക്കാരൻ പറയുന്ന ഭാഷയിൽ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ആ കാര്യം മനസ്സിലാകും ഇല്ലേ? നിങ്ങൾ ഇന്ന സ്ഥലം ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട്, ഇത് ഇവിടെ ക്രാക്ക് വീണിട്ടുണ്ട്, ഇത് നിങ്ങളൊന്ന് പൊട്ടിച്ചിട്ട് ഇതിനകത്തേക്ക് കുറച്ച് സിമെൻറ്റ് ഇട്ടിട്ട് പുട്ടിയിട്ടിട്ട് വൈറ്റ് വാഷ് ചെയ്താൽ മതി, അത് ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു തന്നപ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ? ഇതേ കാര്യമാണ് ഇവിടെ മഹാഗുരു നമുക്ക് ചെയ്തു തരുന്നത്. ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ ഒരു എഞ്ചിനീയറാണ്. നമ്മുടെ ജീവിതം തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ നീ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ മുന്നോട്ട് വെക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന മഹാഗുരു. ആ മാർഗം ഈശ്വരനിലേക്ക്
നീ എങ്ങനെ എത്തിച്ചേരണം, നീ എന്തൊക്കെ ചെയ്താൽ, എന്തൊക്കെ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്ക് മനസമാധാനം കൈവരും എന്നതാണ് കോലതീരശസ്തവം എന്ന കൃതിയുടെ പ്രമേയം. ചുരുക്കി പറഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയല്ലേ? വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈശ്വരൻ തന്ന ഈ ജീവിതത്തെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ച് നമ്മുടെ കർമ്മങ്ങളൊക്കെ കൃത്യമായിട്ടും ഭംഗിയായിട്ടും നിർവഹിച്ചുകൊണ്ട് ഈശ്വരൻ എത്ര കാലം ആയുസ് തന്നിട്ടുണ്ടോ അത്രയും കാലം അത് ജീവിച്ച് തീർക്കുക, ഇതല്ലേ എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം. ഇതിനാവശ്യമായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം A to Z കോലതീരശസ്തവം എന്ന കൃതിയിൽ തൃപ്പാദങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്.